ഫേസ്ബുക്കിലൂടെ ബി.ജെ.പി. നേതാവിനും കുടുംബത്തിനും വധഭീഷണി. ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അരുൺ തോമസിനും കുടുംബത്തിനും എതിരെയാണ് ഭീഷണി. അരുൺ തോമസിനെയും കുട്ടിയെയും കൊലപ്പെടുത്തും എന്നാണ് ഭീഷണി. സാലിഫ് ബിൻ സക്കീർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഭീഷണി വന്നത്. നിന്റെ വർഗത്തിനെ മൊത്തം കേട്ടാ, നിന്റെ കൊച്ചിനെയും കൊല്ലും, നിന്റെ ഭാര്യ നിന്റെ മുന്നിലിട്ട് കേട്ടാ. നിന്നെപ്പോലത്തെ പിഴച്ച വർഗങ്ങളും നീയൊന്നും നിന്റെ കുടുംബമൊന്നും ഉണ്ടാവരുത്. നീയൊന്നും ഒരിക്കലും പ്രത്യുൽപാദനം ചെയ്യരുത്. ഇനി മിഥുൻ പിള്ളയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ അക്കൗണ്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം ഏത് ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്? ഗൗതം, കഴിഞ്ഞ മാസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഒക്ടോബറിലാണ്. സ്വാഭാവികമായും ഫ്രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ മെസ്സേജ് വന്നത് ഔട്ട് ബോക്സിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭീഷണി സന്ദേശം കാണാൻ അല്പം വൈകിയത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബി.ജെ.പി. നോർത്ത് ജില്ലാ സെക്രട്ടറിയായ അരുൺ തോമസ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതായത് അതിഭീകരമായ ഭീഷണി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വധഭീഷണിയാണ്. അരുൺ തോമസിനെയും അദ്ദേഹത്തിന്റെ കുട്ടിയെയും കഴുത്തറത്ത് കൊന്നുകളയുമെന്നാണ് ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ വന്ന ഭീഷണിയിൽ ഉയർത്തിയിരിക്കുന്നത്. അതൊരു ഓഡിയോ സന്ദേശമായിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അരുൺ തോമസ് കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാലിഹ് ബിൻ സക്കീർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ഭീഷണി എത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ്, ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അരുൺ തോമസ്. അത് ഈ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു ഭീഷണി ഉയരാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. ഇസ്രായേൽ വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ശക്തമായ അഭിപ്രായങ്ങളുമായി മിഥുൻ ഒന്ന് തുടരുക. ഇപ്പോൾ ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അരുൺ തോമസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺ, എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം വന്നത്? ഇതിൽ ഈ ഭീഷണിയുടെ ഒരു സ്വഭാവം എന്താണ്? ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെ പോകുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഇത് ഭീഷണി സന്ദേശം വന്നിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മേലെയായിട്ടുണ്ട്. അപ്പോൾ ഈ പലസ്തീൻ വിഷയങ്ങളും അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പല വേദികളിലും പൊതുപരിപാടികളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഭീഷണി സന്ദേശം കിട്ടിയത്. ഈ ഹമാസ് വിഷയത്തിൽ അതുപോലെ ഇസ്രായേലിന്റെ ഈ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിലാണ് ഭീഷണി സന്ദേശം ഒരുപാട് ഭീഷണി സന്ദേശം വരുന്നുണ്ട്. അതിനകത്ത് നേരിട്ട് കുടുംബത്തെയും അതുപോലെ തന്നെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടാണ് പരാതി കൊടുത്തത്. നമുക്ക് അറിയാമല്ലോ അരുൺ, കേരളം ഇപ്പോൾ ഈ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. കാരണം ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷ സമയങ്ങളിലൊക്കെ ഇത്തരം ഭീകരശക്തികൾ പരസ്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഭീഷണി ഉയർത്തുകയും ഇതര മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഭീഷണികൾ പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്നു എന്നത് സ്വാഭാവികമായി മാറുകയാണല്ലോ. ശരി, ഇതിനകത്ത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കൃത്യമായിട്ട് ഭരണകൂടത്തിന്റെ ഒത്താശയോട് കൂടിയിട്ട് സംസ്ഥാനം ഭരിക്കുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഒത്താശയോട് കൂടി ആണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇത്തരം വർഗീയ ശക്തികൾ ഇവിടെ വേരുപിടിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കുന്ന ഏക പ്രസ്ഥാനം ബി.ജെ.പി. ആണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ നേതാക്കന്മാരെയും ബി.ജെ.പി. നേതാക്കന്മാരുടെ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യാനും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ശ്രമം നടക്കുന്നത്. വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു. കാരണം ഇത് എനിക്ക് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ ഈ ഭീഷണി സന്ദേശം പല രീതിയിലെത്തിയിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ പരാതി കൊടുത്തത് കൊണ്ട് അത് വാർത്തയായി എന്നതിനപ്പുറത്തേക്ക് വേറെ പലർക്കും ബി.ജെ.പിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ അരുൺ തോമസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മിഥുൻ പിള്ളയിലേക്ക് പോകുകയാണ്. മിഥുൻ, ഈ ഗാസ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഇദ്ദേഹം ഇസ്രായേൽ അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും ഇട്ടു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഭീഷണി സന്ദേശം ഉയർത്തിയത് എന്നാണ് ഇപ്പോൾ അരുൺ തോമസ് തന്നെ നമ്മളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. ഫലസ്തീൻ സംഘർഷ കാലഘട്ടത്തിൽ ശക്തമായ നിലപാട്, ഇസ്രായേലിന് അനുകൂലമായ ശക്തമായ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറിയായ അരുൺ തോമസ്. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സജീവമായ പോസ്റ്റുകൾ അദ്ദേഹം ഇടുകയും ചെയ്തിരുന്നു. ഇതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭീഷണി എന്ന് പറയുന്നത് ചെറിയ ഭീഷണിയല്ല. അദ്ദേഹത്തെ കഴുത്തറത്ത് കൊന്നുകളയും,
അതുപോലെ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുട്ടിയെയും കൊന്നുകളയും, അദ്ദേഹത്തിന്റെ മുന്നിലിട്ട് ഭാര്യയെ ഉപദ്രവിക്കും തുടങ്ങി കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറിവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അരുൺ തോമസ് കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഐഡിയുടെ ഉടമയുടെ പേര് സാലിഫ് ബിൻ സക്കീർ എന്നാണ്. ഇയാളുടെ സ്വദേശം ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് ഇയാളെ തുടർ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത്തരം ഭീഷണികൾ അത് വകവെച്ചു കൊടുക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് അരുൺ തോമസ് നമ്മോട് പ്രതികരിക്കുന്ന സമയത്ത് കൂടി പറഞ്ഞത്. അതിലും ഇത്തരം വിഷയങ്ങൾ സജീവമായി ഇടപെടുന്ന BJP നേതാക്കന്മാർക്കെതിരെ വധഭീഷണി ഉയരുന്നത് അത് അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നൊരു പൊതു നിലപാട് കൂടി ഉണ്ട്. ഗൗതം, മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് നേരെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസാസ് ഹമാസ് സംഘർഷ സമയത്ത് ഇസ്രായേലിന് അനുകൂലമായി പോസ്റ്റിട്ട അരുൺ തോമസ് എന്ന BJPയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ ഭീഷണിയുമായി ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. മിഥുനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.